ഈ സൂറയിലെ 46 മുതൽ 48 വരെ സൂക്തങ്ങളിൽ അഅറാഫിനെയും അഅറാഫുകാരെയും പരാമർശിച്ചതുകൊണ്ടാണ് ഇത് അൽ അഅറാഫ് എന്ന് നാമകരണം ചെയ്യപ്പെട്ടത്. അഅറാഫിനെ പരാമർശിക്കുന്ന അധ്യായമെന്ന് വിവക്ഷ. ഉള്ളടക്കം നോക്കുമ്പോൾ ഏതാണ്ട് അൽ അൻആമിന്റെ അവതരണകാലത്താണ് ഇതും അവതരിച്ചതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. രണ്ടിൽ ഏതാണ് ആദ്യം അവതരിച്ചതെന്ന് ഉറപ്പിച്ചു പറയാൻ പ്രയാസമുണ്ട്. പ്രവാചകത്വ വിശ്വാസത്തിലേക്കുള്ള ക്ഷണമാണ് ഈ സൂറത്തിലെ പ്രധാന ഉള്ളടക്കം. പ്രവാചകനെ അനുഗമിക്കുവാൻ അനുവാചകരെ പ്രേരിപ്പിക്കുകയാണ് പ്രഭാഷണത്തിന്റെ മുഖ്യമായ ലക്ഷ്യം. എന്നാൽ പ്രതിപാദന ശൈലിയിൽ മുന്നറിയിപ്പിന്റെയും താക്കീതിന്റെയും സ്വരമാണ് കൂടുതൽ മുഴച്ചു നിൽക്കുന്നത്. അതിന് കാരണമുണ്ട്. മക്ക മുശ്രിക്കുകളെ കാര്യം ഗ്രഹിപ്പിക്കാനുള്ള ശ്രമത്തിൽ നബി തിരുമേനി ദീർഘമായ ഒരു കാലഘട്ടം വിനിയോഗിച്ചു. എന്നിട്ടും അവർ അന്ധമായ പിടിവാശിയോടെ രൂക്ഷമായ എതിർപ്പ് തുടരുകയാണ്. ആകയാൽ അവരോടുള്ള പ്രബോധനത്തിൽ നിന്ന് വിരമിച്ച് മറ്റൊരു ജനവിഭാഗത്തെ അഭിമുഖീകരിക്കാൻ തിരുനബിക്ക് ദൈവത്തിൽ നിന്ന് നിർദ്ദേശമെത്താനുള്ള സമയം ആസന്നമായിരിക്കുന്നു. ഈ സന്ദർഭത്തിൽ നബിയുടെ പ്രവാചകത്വം അംഗീകരിക്കുവാൻ ഉദ്ബോധന ശൈലിയിൽ ക്ഷണിക്കുന്നതോടൊപ്പം ഒരന്ത്യശാസനത്തിന്റെ രൂപത്തിൽ താക്കീത് നൽകേണ്ടതും ആവശ്യമായിരുന്നു. പ്രഭാഷണത്തിന്റെ അവസാന ഭാഗത്ത് പ്രബോധനമുഖം മക്കയിലെ ബഹുദൈവാരാധകരിൽ നിന്ന് വേദക്കാരിലേക്ക് തിരിഞ്ഞതായി കാണാം. ഒരിടത്ത് ലോകത്തെങ്ങുമുള്ള മനുഷ്യരെ പൊതുവായി അഭിസംബോധന ചെയ്യുന്നതും കാണാവുന്നതാണ്. സ്വന്തം നാട്ടുകാരെ മാത്രം പ്രബോധനം ചെയ്യുക എന്ന ഘട്ടം ഏതാണ്ട് അവസാനിച്ചുവെന്നും ഹിജ്റ ആസന്നമായിരിക്കുന്നുവെന്നുമത്രേ ഇതെല്ലാം സൂചിപ്പിക്കുന്നത്. സൂറത്തിന്റെ അവസാനത്തിൽ നബിക്കും സഹാബത്തിനും യുക്തിയുക്തമായ ആദർശ പ്രബോധനം സംബന്ധിച്ച ചില പ്രധാന നിർദ്ദേശങ്ങളും നൽകുന്നുണ്ട്. എതിരാളികളിൽ നിന്നുള്ള പ്രകോപനങ്ങളെയും മർദ്ദനങ്ങളെയും ക്ഷമയോടും വിവേകത്തോടും കൂടി നേരിടുക, വികാരവിക്ഷോഭങ്ങൾക്ക് വശംവദരായി സാക്ഷാൽ ലക്ഷ്യത്തെ ക്ഷതപ്പെടുത്തുന്ന യാതൊന്നും ചെയ്യാതിരിക്കുക എന്നിവ അക്കൂട്ടത്തിൽ പ്രത്യേകം ഊന്നി പറഞ്ഞിരിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമദയാലുവും കരുണാവാരിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. അലിഫ് ലാം മീം സ്വാദ്. അലിഫ് ലാം മീം സ്വാദ്. كتاب أنزل إليك فلا يكن في صدرك حرج منه لتنذر به وذكرى للمؤمنين. ഇത് താങ്കൾക്ക് അവതരിച്ച ഒരു വേദമാകുന്നു. പ്രവാചക, യാതൊരു മനക്ലേശവും ഇതുമൂലം താങ്കൾക്കുണ്ടാകേണ്ടതില്ല. ഇതിന്റെ അവതരണ ലക്ഷ്യം താങ്കൾ ഇത് മുഖേന നിഷേധികളെ താക്കീത് ചെയ്യുകയാകുന്നു, വിശ്വാസികൾക്ക് ഒരു ഉദ്ബോധനവും. വേദം എന്നതുകൊണ്ട് ഇവിടെ വിവക്ഷ അൽ അഅറാഫ് അധ്യായമാണ്. ഇതിലെ സന്ദേശം വ്യഥയും വിഭ്രാന്തിയുമില്ലാതെ ജനങ്ങൾക്കെത്തിക്കുക. പ്രതിയോഗികൾ എങ്ങനെ പ്രതികരിക്കുന്നുവെന്നത് കാര്യമാക്കേണ്ടതില്ല. പരിഹസിക്കുന്നവർ പരിഹസിക്കട്ടെ, പിണങ്ങുന്നവർ പിണങ്ങട്ടെ, കള്ളക്കഥകൾ പടച്ചുവിടുന്നവർ അങ്ങനെ ചെയ്യട്ടെ. ശത്രുതയും വിദ്വേഷവും കൊണ്ട് കൂടുതൽ അന്ധരാകുന്നുവെങ്കിൽ ആയിക്കൊള്ളട്ടെ. അതിലൊന്നും അസ്വസ്ഥനാകേണ്ട. പ്രബോധന കൃത്യത്തിൽ അല്പം പോലും ചാഞ്ചല്യം കാണിക്കാതിരിക്കുക. ആയത്തിൽ പറഞ്ഞിരിക്കുന്ന ഹറജ് എന്ന ശബ്ദമാണ് വ്യഥ എന്ന് ഭാഷാന്തരം ചെയ്തിട്ടുള്ളത്. കടന്നു പോവാൻ കഴിയാത്ത വിധം ഇടതിങ്ങിയ വനമെന്നാണ് ഹറജിന്റെ ഭാഷാർത്ഥം. ശത്രുക്കളുടെ എതിർപ്പിനും ആക്രമണങ്ങൾക്കുമിടയിൽ മുന്നോട്ടു പോകാനൊരു മാർഗം കാണാതെ മനപ്രയാസം അനുഭവപ്പെടുക, അതാണിവിടെ ഹറജിന്റെ താൽപര്യം. ഇതിന് മറ്റിടങ്ങളിൽ ലീഖുസ്വദർ അഥവാ മനംമുട്ട് എന്നും പ്രയോഗിച്ചിട്ടുണ്ട്. ഈ ജനം താങ്കളെക്കുറിച്ച് ചമച്ചുകൊണ്ടിരിക്കുന്ന വർത്തമാനങ്ങളിൽ താങ്കൾക്ക് മനംമുട്ടുള്ളതായി നാം അറിയുന്നുണ്ട് എന്ന അൽ ഹിജ്ർ 97 സൂക്തം ഇതിനുദാഹരണമാണ്. ഇയാൾക്ക് ഒരു ഖജനാവ് ഇറങ്ങി വരാത്തതെന്ത് എന്നോ ഇയാളോടൊപ്പം ഒരു മലക്ക് വരാത്തതെന്ത് എന്നോ അവർ പറയുന്നതിൽ താങ്കൾ മനം മുട്ടേണ്ടതില്ല എന്ന ഹൂദ് 12 സൂക്തം മറ്റൊരുദാഹരണമാണ്. ഈ അധ്യായത്തിന്റെ പ്രധാന ഉദ്ദേശം താക്കീതാണ്. ലിതുൻദിറ ബിഹി എന്ന വാക്കിന്റെ അർത്ഥം അതാണ് സൂചിപ്പിക്കുന്നത്. ഇതോടൊപ്പം സത്യവിശ്വാസികൾക്കുള്ള സാരോപദേശവും അതിലടങ്ങിയിട്ടുണ്ടെങ്കിലും അത് താക്കീതുകൾക്കിടയിൽ സാന്ദർഭികമായി വന്നതാണ്. ഇത്തബിഉ മാ أنزل إليكم من
من ربكم ولا تتبعوا من دونه أولياء قليلا ما تذكرون. ജനങ്ങളെ, നിങ്ങളുടെ നാഥങ്കൽ നിന്ന് നിങ്ങൾക്ക് അവതരിച്ചു കിട്ടിയതിനെ പിൻപറ്റുവിൻ. അവനെ വെടിഞ്ഞ് ഇതര രക്ഷകന്മാരെ പിൻപറ്റാതിരിക്കുവിൻ. പക്ഷേ നിങ്ങൾ നന്നേ കുറച്ചേ ഉദ്ബുദ്ധരാകുന്നുള്ളൂ. മുൻകഴിഞ്ഞ സമുദായങ്ങളുടെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് പാഠം പഠിക്കുക. അള്ളാഹുവിന്റെ ഹിദായത്തിനെ തിരസ്കരിച്ച് മനുഷ്യരുടെയോ പിശാചുക്കളുടെയോ മാർഗനിർദ്ദേശം അനുസരിച്ച് ചലിക്കുന്നവരുണ്ട്. തന്മൂലം ഒരു ജനതയുടെ സാന്നിധ്യം തന്നെ ലോകത്തിന് അസഹ്യമായ ശാപമായിത്തീരുന്നു. ആ സന്ദർഭത്തിൽ ദൈവശിക്ഷയാകുന്ന ശുദ്ധീകരണ കർമ്മം നടക്കുക എന്നത് ഒരു പ്രകൃതി നിയമമാണ്. അങ്ങനെ ഭൂതലത്തെ അള്ളാഹു നാശകാരികളിൽ നിന്ന് ശുദ്ധീകരിക്കുന്നു. എത്രയെത്ര നാടുകളെയാണ് നാം നശിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ ശിക്ഷ നിശാവേളയിൽ ഓർക്കാപ്പുറത്ത് അവരുടെ മേൽ പെട്ടെന്ന് വന്നു പതിച്ചു, അല്ലെങ്കിൽ പകൽ സമയത്ത് അവർ വിശ്രമിക്കുമ്പോൾ. മുൻകഴിഞ്ഞ സമുദായങ്ങളുടെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് പാഠം പഠിക്കുക. അള്ളാഹുവിന്റെ ഹിദായത്തിനെ തിരസ്കരിച്ച് മനുഷ്യരുടെയോ പിശാചുക്കളുടെയോ മാർഗനിർദ്ദേശം അനുസരിച്ച് ചലിക്കുന്നവരുണ്ട്. തന്മൂലം ഒരു ജനതയുടെ സാന്നിധ്യം തന്നെ ലോകത്തിന് അസഹ്യമായ ശാപമായിത്തീരുന്നു. ആ സന്ദർഭത്തിൽ ദൈവശിക്ഷയാകുന്ന ശുദ്ധീകരണ കർമ്മം നടക്കുക എന്നത് ഒരു പ്രകൃതി നിയമമാണ്. അങ്ങനെ ഭൂതലത്തെ അള്ളാഹു നാശകാരികളിൽ നിന്ന് ശുദ്ധീകരിക്കുന്നു. فما كان دعواهم إذ جاءهم بأسنا إلا أن قالوا إنا كنا ظالمين. നമ്മുടെ ശിക്ഷ പതിച്ചപ്പോൾ ഞങ്ങൾ ധിക്കാരികളായിരുന്നുവല്ലോ എന്ന് മാത്രമേ അവർക്ക് വിലപിക്കാനുണ്ടായിരുന്നുള്ളൂ. ഈ സൂക്തം രണ്ട് സംഗതികൾ ഉണർത്തുന്നു. ഒന്ന്, പരിഹാരത്തിനുള്ള സന്ദർഭം നഷ്ടമായ ശേഷം ബോധോദയമുണ്ടാകുന്നതുകൊണ്ടോ കുറ്റസമ്മതം നടത്തിയതുകൊണ്ടോ ഒരു ഫലവുമില്ല. ദൈവം നൽകുന്ന കാലാവധി അശ്രദ്ധയിലും ധിക്കാരത്തിലും തള്ളി നീക്കുക. എന്നിട്ട് ദൈവശിക്ഷ പിടിമുറുക്കുമ്പോൾ മാത്രം ബോധോദയമുണ്ടാവുക. ഇതെല്ലാം മഠയന്മാരായ വ്യക്തികളുടെയും സമൂഹങ്ങളുടെയും സമ്പ്രദായമാണ്. 2, തെറ്റുകുറ്റങ്ങൾ അതിരുകവിയുകയും ദൈവം നൽകിയ അവധി അവസാനിക്കുകയും ചെയ്യുമ്പോൾ പൊടുന്നനെയായിരിക്കും ദൈവം പിടികൂടുക. അള്ളാഹു ഒരിക്കൽ പിടികൂടിക്കഴിഞ്ഞാൽ മനുഷ്യന് പിന്നെ ഒരവസരവും അവശേഷിക്കുന്നില്ല. മുൻകഴിഞ്ഞ എത്രയോ വ്യക്തികളുടെയും സമൂഹങ്ങളുടെയും ചരിത്രം ഇതിന് തെളിവാണ്. അവരുടെ ജീവിതത്തിൽ നിന്ന് ആയിരക്കണക്കിന് ദൃഷ്ടാന്തങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട്. എന്നിരിക്കെ ബോധോദയം കൊണ്ട് ഒരു ഫലവും സിദ്ധിക്കാത്ത ഘട്ടം വരെ കാത്തിരിക്കുകയും അതുവരെ തെറ്റുകുറ്റങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് വിഡ്ഢിത്തമല്ലാതെ മറ്റെന്താണ്? فَلَنَسْأَلَنَّ الَّذِينَ أُرْسِلَ إِلَيْهِمْ وَلَنَسْأَلَنَّ الْمُرْسَلِينَ. ആകയാൽ പ്രവാചകന്മാർ അയക്കപ്പെട്ട ജനങ്ങളെ നാം വിസ്തരിക്കുക തന്നെ ചെയ്യും. പ്രവാചകന്മാരോടും നാം ചോദിക്കുന്നതാകുന്നു, ദൗത്യം എത്രത്തോളം നിർവഹിച്ചുവെന്നും അതിന്റെ ഫലമെന്തായിരുന്നുവെന്നും. പുനരുത്ഥാന ദിനത്തിലെ വിചാരണയാണ് വിവക്ഷ. ദുഷ്ടജനങ്ങൾ ഇഹലോകത്തുവെച്ച് അനുഭവിക്കേണ്ടിവരുന്ന ശിക്ഷയും പീഡനങ്ങളും അവരുടെ ദുഷ്ചേദികൾക്കുള്ള ശരിയായ വിചാരണയോ ശിക്ഷയോ അല്ല. ഈ മഹാപ്രപഞ്ചത്തെ ഭരിക്കുന്ന അള്ളാഹു ധിക്കാരികളെ കുറ്റവിചാരണ ചെയ്യാനായി ഒരു നീതിന്യായ കോടതി ഏർപ്പെടുത്തും. നിശ്ചിത സമയത്ത് തീർച്ചയായും അത് സംഭവിക്കും. ഐഹിക ശിക്ഷയെ പരാമർശിച്ച സൂക്തവുമായി തുടർന്നു വന്ന സൂക്തത്തെ ആകയാൽ എന്ന വാക്കുകൊണ്ട് ബന്ധിപ്പിച്ചതിൽ നിന്നു തന്നെ ഇത് മനസ്സിലാക്കാം. അടിക്കടി ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഐഹിക ശിക്ഷകൾ തീർച്ചയായും പാരത്രിക ശിക്ഷയുണ്ട് എന്നുള്ളതിന് ഒരു തെളിവാണെന്നർത്ഥം. പ്രവാചക ദൗത്യത്തെ അടിസ്ഥാനമാക്കിയാണ് പാരത്രിക വിചാരണ നടക്കുക എന്ന് ഇതിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. ഒരു ഭാഗത്ത് ദൂതന്മാരോട് ചോദിക്കും,
നിങ്ങളെ ഞാൻ ഏൽപ്പിച്ച സത്യസന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ നിങ്ങൾ എന്തു ചെയ്തു? മറുവശത്ത് അവരുടെ സമുദായങ്ങളോട് ചോദിക്കും, പ്രവാചകന്മാർ കൊണ്ടുവന്ന ദൈവിക സന്ദേശത്തോട് നിങ്ങൾ എന്ത് നയം കൈക്കൊണ്ടു? പ്രവാചക നിയോഗം ഉണ്ടായിട്ടില്ലാത്ത ജനവിഭാഗങ്ങളെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ ഒന്നും വ്യക്തമാക്കിയിട്ടില്ല. അവരെക്കുറിച്ച് വിചാരണയുടെയും തീരുമാനത്തിന്റെയും കാര്യം അള്ളാഹു അവങ്കൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. എന്നാൽ പ്രവാചകന്മാരുടെ ദൗത്യം എത്തിയ വ്യക്തികളുടെയും ജനവിഭാഗങ്ങളുടെയും അവിശ്വാസത്തിനും ധിക്കാരത്തിനും ഒരു ന്യായീകരണവും ബോധിപ്പിക്കാനാവില്ലെന്ന് ഖുർആൻ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. തികഞ്ഞ പരാജിതരും ദുഃഖിതരുമായി നരകത്തിലേക്ക് തള്ളപ്പെടുക മാത്രമായിരിക്കും അവരുടെ പരിണാമം.